തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കം പൂർത്തിയായി. നവംബർ 1, 3, 4, 5, 6 തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 3 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ അഭിനേത്രി ബീന ആർ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും. ത്രിതല തദ്ദേശ സാരഥികൾ പങ്കെടുക്കും. ഉപജില്ലയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്ന് 7000-ഓളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലും KM ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലുമായി മൺമറഞ്ഞ മഹാരാജന്മാരുടെ നാമധേയത്തിൽ 13 വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വട്ടേനാടിന്റെ വസന്തോത്സവം എന്ന നിലയിൽ നടത്തുന്ന ഉപജില്ലാ കലോത്സവം വിജയകരമായി നടത്തുന്നതിന് വിവിധ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. തൃത്താല CAയുടെ നേതൃത്വത്തിൽ ഡിസിപ്ലിൻ കമ്മിറ്റിയും രംഗത്തുണ്ടാവും. കലോത്സവ സമാപന സമ്മേളനം നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, ജനറൽ കൺവീനർ CA അഞ്ജന, മീഡിയ കൺവീനർ MK അൻവർ സാദത്ത്, ജോയിന്റ് കൺവീനർമാരായ PP ശിവകുമാർ, JC ആന്റണി, NP പ്രകാശ്, KP സിദ്ദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാടികൾ 1-ാം തീയതി പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പരിപാടികളാണ്. ബാക്കി 3-നാണ് മറ്റു കലാപരിപാടികൾ 3-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വർഷത്തെ തൃത്താല സബ് ജില്ലാ കലോത്സവം വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. ഏതാണ്ട് 70ഓളം സ്കൂളുകളിലെ 7000-ൽ പരം കുട്ടികളാണ് ഈ ഒരു കലോത്സവത്തിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനായി എത്തുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മളെ വട്ടേനാട് സ്കൂള്. മാത്രമല്ല പാലക്കാട് ജില്ലയെ പലപ്പോഴും കിരീടമണിയിക്കാനുള്ള ഒരു വലിയ പങ്ക് നമ്മുടെ സ്കൂൾ എപ്പോഴും വഹിക്കാറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആതിഥേയത്വം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൽ ആദ്യമായി എല്ലാവരുടെയും ഒരു സഹകരണവും സപ്പോർട്ടും നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു സന്ദർഭമാണ് ഇത്. തൃത്താല സബ് ജില്ലാ കലോത്സവം വട്ടേനാട് വെച്ച് നടക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി കൂട്ടനാടിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ, ഇവിടുത്തെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഈ സബ് ജില്ലാ കലാമേളയ്ക്കുള്ള സപ്പോർട്ട് അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ തൃത്താല സബ് ജില്ലയിൽ തൃത്താല ബ്ലോക്കിൽ ഏറ്റവും വലിയ ഗവൺമെൻറ് പ്രോഗ്രാമാണ്. എല്ലാ വർഷവും നടക്കുന്നു. വ്യത്യസ്ത വേദികളിലായിട്ട് നമുക്കറിയാം. ഓരോ വർഷവും നമ്മൾ ഓരോ മികവുകൾ കൊണ്ട് ഇത് മെച്ചപ്പെടുത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത് എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കലോത്സവം പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം. നമുക്കൊരു ഗ്രീൻ പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ചാണ് അവിടെ ഇടപെടുന്ന ആളുകളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, വലിയൊരു ജനക്കൂട്ടം വരുന്നത് കൊണ്ട്. അപ്പോൾ അവർ സ്വയം തന്നെ ആ ഒരു പ്രോട്ടോക്കോൾ പാലിക്കണം. ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും ആളുകൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾ വന്ന് കൂടുമ്പോൾ ഉണ്ടാകുന്ന, അതുകൊണ്ട് തന്നെ ഇത്രയും വേദികൾ പരന്നു കിടക്കുന്നു. കുട്ടികളെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി KM ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഭക്ഷണം അവിടെയാണുള്ളത്. അതാണ് വേറൊരു റിസ്ക് ഫാക്ടർ അതിലുള്ളത്. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടി വരും. കുട്ടികളെ റോഡിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വഴിയൊക്കെ എളുപ്പവഴിയുണ്ട്. KMലേക്ക് എത്താൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് വരുന്ന എളുപ്പവഴിയൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനൊരു പ്രശ്നം അതിലുണ്ട്. വലിയൊരു കാര്യം, സന്തോഷം, നേരത്തെ എല്ലാവരും പറഞ്ഞത് തന്നെ ഈ നാട് ഈ ഉത്സവമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ പരിമിതമായ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലോത്സവത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് വിട്ട് കൂട്ടനാട് അങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിലായി
വേദികൾ ഒരുക്കിയിട്ടുണ്ട്. 1, 2, 3 വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും 4ാമത്തെ വേദി LP സ്കൂളിലും 5, 6, 7 വേദികൾ കൂറ്റനാട് രചന തിയേറ്ററിന് സമീപമുള്ള 2 ഗ്രൗണ്ടിൽ, കൂറ്റനാട് SK ബുക്സിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ, 8, 9 വേദികൾ കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിലും ആണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് KM ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ കലോത്സവത്തിൽ ഉണ്ടാവുക. എന്തായാലും കുട്ടികൾക്ക് പരമാവധി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്.